കൊഴുക്കട്ട ശനിയുടെ പാരമ്പര്യത്തെക്കുറിച്ച് നമുക്ക് അല്പസമയം ഒന്ന് ചിന്തിക്കാം. പുരാതന ക്രിസ്ത്യാനികൾ വലിയ നോമ്പിൻ്റെ 41 ദിവസം ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണിത്. 50 നോമ്പിൻ്റെ ആദ്യ 40 ദിവസം കർത്താവ് നോമ്പ് നോറ്റതിൻ്റെയും പിന്നീടുള്ള 10 ദിവസം കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെയും ഓർത്ത് ക്രിസ്ത്യാനികൾ നോമ്പ് നോൽക്കുന്നു. കർത്താവ് 40 ദിവസം നോമ്പ് നോറ്റു വീടിയതുപോലെ പുരാതന ക്രൈസ്തവരും 40 ദിവസം നോമ്പ് നോറ്റു വീടുന്നു. എന്നാൽ പിന്നീടുള്ള 10 ദിവസം കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെയും ഓർത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നത് കൊണ്ട് അതുവരെ അനുഷ്ഠിച്ചു വന്ന നോമ്പിൻ്റെ തീക്ഷ്ണത ഒട്ടും കുറയാതെ നോമ്പ് വീടുന്നതിനാണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. കൊഴുക്കട്ടയ്ക്കുള്ളിൽ തേങ്ങയ്ക്കൊപ്പം ശർക്കര ചേർക്കുന്നു. കൊഴു എന്നാൽ മഴു എന്നർത്ഥം. കൊഴു ഭൂമിയെ പിളർന്ന് ചിതറിക്കുന്നത് പോലെ പാതാളവാതുക്കൽ അവരുടെ അസ്ഥികൾ ചിതറിക്കപ്പെട്ടു എന്ന 140 സങ്കീർത്തനത്തിലെ വാചകം നോമ്പിനെ മുറിക്കാൻ ഉപയോഗിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് കൊഴുക്കട്ട എന്ന് ഈ പലഹാരത്തിന് പേരുണ്ടായത്. കൊഴുക്കട്ട തയ്യാറാക്കുന്നതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പലതും കാലങ്ങളായി പറഞ്ഞു പ്രചരിച്ച കഥകളാണ്. ബഥാനിയായിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ക്രിസ്തു ലാസറിൻ്റെ ഭവനത്തിലെത്തിയെന്നും ലാസറിൻ്റെ സഹോദരിമാർ തിടുക്കത്തിൽ മാവ് കുഴച്ചുണ്ടാക്കി യേശുവിന് നൽകിയ ഭക്ഷണമായിരുന്നു കൊഴുക്കട്ടയെന്നും കരുതപ്പെടുന്നു. ലാസറിൻ്റെ സഹോദരിമാരായ മർത്തായും മറിയവുമാണ് കൊഴുക്കട്ട ഉണ്ടാക്കി നൽകിയത്. ഉണ്ടാക്കുന്നയാളുടെ കൈവിരൽ പാടുകൾ കൊഴുക്കട്ടയിൽ ഉണ്ടാവണമെന്നത്രേ. പീഡാനുഭവ ചരിത്രത്തിൽ ക്രിസ്തുവിനെ കല്ലെറിയുന്ന സംഭവത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് കൊഴുക്കട്ടയെന്നും പ്രചാരത്തിലുണ്ട്. ക്രിസ്തുവിനെ തൈലാഭിഷേകം നടത്താൻ ഭക്തസ്ത്രീകൾ കരുതിവെച്ച സുഗന്ധദ്രവ്യങ്ങൾ അടക്കം ചെയ്ത പാത്രത്തെ സൂചിപ്പിക്കുന്നതാണ് മധുരം അകത്തു ചേർത്ത കൊഴുക്കട്ട എന്ന അഭിപ്രായവും ക്രൈസ്തവർക്കിടയിലുണ്ട്. അഭിപ്രായങ്ങൾക്കും പഠനങ്ങൾക്കും അപ്പുറം മഹത്തായ ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ ഓർമ്മകൾ ഉള്ളിൽ വഹിക്കുന്ന കൊഴുക്കട്ട കേരളത്തിൽ നിന്നുള്ള ക്രിസ്ത്യാനികളുടെ ഭാഗമായി കഴിഞ്ഞു.